നമസ്കാരം. ഒരു ജനപ്രതിനിധിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ചോദിക്കാനുള്ളത്. ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ചിന്തിക്കേണ്ട, നമ്മളുടെ സഖാവ് PV അൻവറിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അൻവർ ഇപ്പൊ കുറച്ചു മുൻപ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ടൈം എഡിറ്റഡ്. വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യരിലും ഉള്ള ഒന്നാണ് ആത്മാഭിമാനം. അത് ഇത്തിരി കൂടുതലുണ്ട്. നീതി ഇല്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ. ഇന്ന് വൈകിട്ട് 4:30 മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് PV അൻവർ ഒരു FB പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് പിറകിൽ PV അൻവർ മീഡിയ വണ്ണിന് ഫോണിലൂടെ കൊടുത്ത ഒരു ഇന്റർവ്യൂ കൂടെ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ PV അൻവർ പറയുന്ന കാര്യങ്ങള് വളരെയധികം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. PV അൻവർ ജീവിച്ചിരിക്കേണ്ടത്, PV അൻവറിന് സംരക്ഷണം നൽകേണ്ടത് നമ്മൾ പൊതുജനത്തിന്റെ ബാധ്യതയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ അനീതിക്കെതിരെയാണ് PV അൻവർ പോരാടുന്നത്. അത് ഒരാളുടെ ജാതി നോക്കിയോ മതം നോക്കിയോ രാഷ്ട്രീയം നോക്കിയോ അല്ല. അപ്പൊ PV അൻവർ പോരാടുന്നത് ജനത്തിന് വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും PV അൻവർ മീഡിയ വണ്ണിന് കൊടുത്ത ആ ഒരു ഫോൺ സംഭാഷണ ഇന്റർവ്യൂ നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. എന്തായാലും ആ ഇന്റർവ്യൂ ഒന്ന് കേട്ടു നോക്കി. PV അൻവർ ADGP MR അജിത് കുമാർ പൂരം കലക്കലിൽ തയ്യാറാക്കി കൊടുത്ത റിപ്പോർട്ട് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് താങ്കൾ വളരെ പ്രതീക്ഷാ നിർഭരമായി കാണുന്നുണ്ടോ? അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, 2024 ഏറ്റവും വലിയ തമാശയാണെന്ന്. ആ തമാശയുടെ ഭാഗം അത്രേ ഉള്ളൂ. നമ്പർ 1 ജോക്ക് ഇൻ 2024. പൂരം കലക്കിയത് ആരാണെന്നും പൂരം എങ്ങനെയാണ് കലക്കിയതെന്നും ആരാണ് അതിന് നേതൃത്വം നൽകിയതെന്നും ആ കലക്കിയതിന്റെ ഉദ്ദേശം എന്താണെന്നും ഒക്കെ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് അറിയാലോ. പിന്നെ എന്തിനൊരു അന്വേഷണം? ഇത് ADGPക്ക് ഈ പറയുന്ന അജിത് കുമാറിന് എന്താണ് RSS നേതാക്കളെ കണ്ടാൽ എന്താണ് കുഴപ്പം എന്ന് സ്പീക്കർ അടക്കം ചോദിച്ചതല്ലേ? പിന്നെ എന്തിനൊരു അന്വേഷണം? അന്വേഷണത്തിന്റെ ആവശ്യമില്ലല്ലോ. കുഴപ്പമില്ലാത്തൊരു കാര്യം എന്തിനാ അന്വേഷിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ ഈ നാട്ടിൽ അന്വേഷിക്കാനുണ്ട്, അതൊക്കെ അന്വേഷിച്ചൂടെ? പക്ഷേ അൻവർ, ഇതിനകത്ത് ADGPക്ക് ഒരു ആസൂത്രണ സ്വഭാവത്തിലുള്ള പങ്കാളിത്തം ഉണ്ടോ എന്നുള്ളത് എൻക്വയറിയിലൂടെ ഇൻവെസ്റ്റിഗേഷനിലൂടെ തീർച്ചപ്പെടുത്തേണ്ട കാര്യമാണ്. അതിന്റെ വ്യവസ്ഥകളുണ്ടല്ലോ. നോക്കൂ, ഇപ്പൊ കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ച് താങ്കളടക്കമുള്ള ആളുകൾക്ക് പരാതിയുണ്ട്, അല്ലെങ്കിൽ CPIക്ക് അവിശ്വാസമുണ്ട്. ആ അവിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് DGP തള്ളുന്നു, ആഭ്യന്തര സെക്രട്ടറി തള്ളുന്നു. എന്നിട്ടൊരു കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽഡ് എൻക്വയറിയിലേക്ക് ഇൻവെസ്റ്റിഗേഷനിലേക്ക് ഇത് പോവുകയാണെന്നുള്ളത് ഹോപ്പ്ഫുൾ ആയ കാര്യമല്ലേ? പ്രതീക്ഷയുള്ളതാണോ താങ്കൾക്ക്? അതോ അതും തമാശയായിരിക്കുന്നതാണോ? അല്ല, ഞാനത് ചോദിക്കട്ടെ നിഷാദ്. അങ്ങനെ ഒരു അന്വേഷണം തന്നു, ഇദ്ദേഹം അത് കണ്ടിട്ടുണ്ട്, ഇദ്ദേഹം അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ എന്ത് നടപടിയായി ഗവൺമെന്റ് അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കാൻ പോകുന്നത്? വല്ല നടപടിയും ഒരു കടലാസിൽ 2 വരി ചോദിക്കുന്ന നടപടിക്കപ്പുറം മറ്റൊരു നീതിപൂർവമായ നടപടി ഉണ്ടാവുമെന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താ നിഷാദിന്റെ വ്യക്തിപരമായ അഭിപ്രായ കാര്യത്തില്? അല്ല, സർക്കാരിന്റെ മുമ്പിൽ സർക്കാരിന്റെ ന്യായീകരണം ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു അദ്ദേഹത്തിന് നെഗറ്റീവ് എതിരായ ഒരു റിപ്പോർട്ട് വന്നാൽ നടപടി എടുക്കില്ലേ? എടുക്കുന്നതാണ് നമ്മൾ ന്യായമായി വിചാരിക്കേണ്ടത്. എനിക്കാ വിചാരമില്ല. അത് 2 വരിയിലെ PR-ൽ ഒതുങ്ങും. അത് മതിയല്ലോ കേരള ജനതക്ക്. നടപടി എടുത്തു ADGPയുടെ പേരിൽ വലിയ വാർത്ത വരും, അത് കേട്ടാ മതി. അതിലപ്പുറം എന്താ വേണ്ടത്? ചുമതലയിൽ നിന്ന് മാറ്റില്ല എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഇതൊക്കെ വലിയ തമാശല്ലേ? അല്ല, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇന്നിപ്പോ വൈകുന്നേരം 4:30 വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നു എന്ന് കുറിപ്പ് കണ്ടു. അൻവർ, താങ്കളുടെ നിരാശയുടെ ഭാരം ഇപ്പൊ വാക്കുകളിൽ പ്രകടമാണ്. താങ്കൾ എന്തോ ഒരു ഗൗരവതരമായ ഒരു സ്റ്റെപ്പിലേക്ക് പോവാണോ? അല്ല, ഞാൻ നിഷാദ് 4:30 മണിക്ക് പത്രസമ്മേളനം നടത്തുമെന്ന് എനിക്ക് ഉറപ്പില്ല നിഷാദ്. അതിനുമുമ്പ് ഒരു പക്ഷേ ഞാൻ ആഴിക്കുള്ളിലാക്കപ്പെട്ടേക്കാം, മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ തന്നെ നിഷ്കാസിതനായേക്കാം. ഇതൊക്കെ സംഭവിക്കാം. കാരണം ഞാൻ പത്രസമ്മേളനം നടത്തുന്നത് ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ എന്നെ ഈ പ്രതിയാക്കാനുള്ള വലിയ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി 12 മണിക്കും 2 മണിക്കും എന്റെ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ പോലീസ് ഒളിച്ചിരിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കേൾക്കാനോ? എന്താ അവരുടെ ഉദ്ദേശം? അപ്പൊ അതുകൊണ്ട് ഈ 4:30 മണി വരെ ഞാൻ പുറത്തുണ്ടാവുന്നതിൽ ഒരു വിശ്വാസം എനിക്കില്ല. അത്രയും ശക്തമായ സംവിധാനമുള്ള എന്താ പറയാ പോലീസിങ്ങും ADGP ഒക്കെ ഉണ്ടല്ലോ. എന്റെ വായ 4:30 മണിക്ക് തുറക്കരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ വിളിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ നിലമ്പൂരിൽ നടക്കുന്നുണ്ട്. അതിന് മുമ്പ് എന്നെ വേണമെങ്കിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോട്ടെ. അങ്ങനെ ഒളിച്ചോടാൻ എന്തായാലും ഇതിൽ തീരുമാനമല്ല.
മീഡിയ വണ്ണിന് അൻവർ കൊടുത്ത ആ ഫോൺ സംഭാഷണ ഇന്റർവ്യൂ നിങ്ങൾ കേട്ടില്ലേ? അതിൽ അൻവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു പക്ഷെ 4:30 ആകുമ്പോഴേക്കും ഞാൻ ഐക്കുള്ളിലായേക്കാം. എന്നെ അവർ പരമാവധി എന്തെല്ലാം അവർക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവർ ചെയ്യും എന്നുള്ളത് തന്നെയാണ് വളരെ കൃത്യമായിട്ട് അൻവർ അതിൽ പറയുന്നത്. അപ്പൊ ഈ അൻവറിനെ സംരക്ഷിക്കേണ്ടത് സാധാരണ ജനമാണ്, നമ്മളാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അൻവർ പോരാടുന്നത് ഇവിടുത്തെ നിയമവ്യവസ്ഥയോടാണ്, നിയമവ്യവസ്ഥയിലെ ഉദ്യോഗസ്ഥരാണ്. നിയമവ്യവസ്ഥയിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട്, സ്ഥാനമാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് സാധാരണ ജനങ്ങൾക്കെതിരെ ദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ADGPക്കെതിരെയാണ് എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് സർക്കാർ ഇതേവരെ ആയിട്ടും അൻവർ ഇത്രയധികം തെളിവുകൾ നൽകിയിട്ടും ഇത്രയധികം കാര്യങ്ങൾ പുറത്തു വിട്ടിട്ടും എന്തുകൊണ്ട് ADGPക്കെതിരെ കർശനമായ ഒരു നടപടിയെടുക്കാൻ നമ്മളുടെ ഇപ്പോഴത്തെ സർക്കാർ തയ്യാറാവുന്നില്ല എന്നാണ് ചോദിക്കാനുള്ളത്. ഇവിടെ ഒരു ഭരണപക്ഷ MLA ആണ് ഈ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുൻപിൽ കൊണ്ടുവന്നിട്ടുള്ളത്, പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് PV അൻവറിനെ തന്നെയാണ്. പ്രതിപക്ഷം കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഇടതുപക്ഷ MLA ആയ അൻവർ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. പ്രതിപക്ഷത്തിന് ഇതിൽ ഒരു ചുക്കും ചെയ്യാനില്ല എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷം ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത്. PV അൻവറാണ് ഇതിന്റെ സകല സത്യങ്ങളും പുറത്തു കൊണ്ടുവന്നത്. കാരണം ജനങ്ങൾക്കെതിരെയാണ് ഇവിടുത്തെ നിയമപാലകരിൽ ചിലർ പ്രവർത്തിക്കുന്നത് എന്ന് പൂർണ്ണ ബോധ്യം അൻവറിന് ഉണ്ടായത് കൊണ്ടും അതിന്റെ സകല തെളിവുകളും അൻവറിന്റെ കയ്യിൽ ഉണ്ടായത് കൊണ്ടും തന്നെയാണ് ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളതും. അൻവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു പക്ഷേ പത്രസമ്മേളനം എന്നെ കൊണ്ട് നടത്താൻ കഴിഞ്ഞേ എന്ന് വരില്ല. അൻവറിന്റെ ഓഫീസിന് മുൻപിലും അതുപോലെ അൻവറിന്റെ സ്ഥാപനങ്ങൾക്ക് മുൻപിലുമെല്ലാം പോലീസ് കാവലിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അൻവറിനെ അറസ്റ്റ് ചെയ്യാനും അൻവറിനെ പിടിച്ച് ഉള്ളിലിടാനും വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുകയാണ് എന്നാണ് അൻവർ മീഡിയ വണ്ണിന് കൊടുത്ത ആ ഇന്റർവ്യൂവിൽ പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, ഒരു ഭരണപക്ഷ MLA ഇങ്ങനെ രംഗത്ത് വന്നപ്പോ ഒരു MLAയുടെ അവസ്ഥ ഇതാണ് എന്നുണ്ടെങ്കിൽ സാധാരണ ജനം തെറ്റ് കണ്ടാൽ എങ്ങനെ പ്രതികരിക്കും, എങ്ങനെ പ്രതികരിക്കണം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്തുകൊണ്ട് നമ്മളുടെ ഗവൺമെന്റ് കർശനമായ ഒരു നടപടി ഇതിൽ സ്വീകരിക്കുന്നില്ല? RSSന് കൂട്ടുപിടിക്കുന്ന, BJPക്ക് കൂട്ടുപിടിക്കുന്ന, BJPക്ക് അടിമപ്പണി ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആയി മാറിയിരിക്കുകയാണോ ഇടതുപക്ഷം എന്ന് ചോദിക്കേണ്ടി വരികയാണ് ഇവിടെ. കാരണം ഇടതുപക്ഷത്തിലെ അടിമകളോടാണ് പറയാനുള്ളത്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ തെറ്റ് കണ്ടാൽ അതിനെതിരെ പോരാടുന്നവരാണ്, തെറ്റ് കണ്ടാൽ, അനീതി കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് നേതാക്കളുടെ അടിമകളായി മാറിയിരിക്കുകയാണ് പല ഇടതുപക്ഷ ആളുകളും എന്ന് പറയേണ്ടി വരുന്നത്. കാരണം അൻവറിനെ പോലെയുള്ള ആളുകൾ മാത്രമാണ് ഇന്നും ഇടതുപക്ഷം എന്ന പേരിൽ അറിയപ്പെടേണ്ട ആളുകളായിട്ടുള്ളത്. കാരണം മറ്റുള്ളവരെല്ലാം തെറ്റ് കണ്ടാൽ അതിനെ ന്യായീകരിച്ച് അതിനുവേണ്ടി ക്യാപ്സൂളുകൾ ഇറക്കി തെറ്റിനെ മറക്കുകയാണ്, അനീതിയെ മറക്കുകയാണ്. അങ്ങനെയാണോ ഇടതുപക്ഷം ചെയ്യേണ്ടത്? മുൻകാലങ്ങളിൽ അങ്ങനെയാണോ ചെയ്തിരുന്നത്? അല്ല. തെറ്റ് കണ്ടാൽ അതിനെതിരെ പ്രതികരിച്ച് അതിനെതിരെ പോരാടി ജീവൻ കളഞ്ഞ രക്തസാക്ഷികൾ ഉള്ള പാർട്ടിയാണ് ഇടതുപക്ഷം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് പണത്തിനും പവറിനും വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പാർട്ടിയായി മാറിയോ ഇടതുപക്ഷം എന്നിവിടെ ചോദിക്കേണ്ടി വരികയാണ്. ADGPക്ക് കൂട്ടു നിൽക്കുന്ന ഗവൺമെന്റ്, RSSനെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ്, RSSന് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെന്റുമായി മാറിയോ നമ്മളുടെ ഗവൺമെന്റ് എന്ന് ചോദിക്കേണ്ടിയിരിക്കുകയാണ്. ആരെയാണ് നമ്മളുടെ ഗവൺമെന്റ് ഭയക്കുന്നത്? എന്തിനെയാണ് ഭയക്കുന്നത്? PV അൻവർ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് നമ്മളുടെ മുഖ്യമന്ത്രിക്കും മറ്റ് നേതാക്കൾക്കും മനസ്സിലാകുന്നില്ല? ഇപ്പോഴിതാ അൻവറിനെതിരെ മറ്റു കേസുകൾ പറഞ്ഞുകൊണ്ട് സ്വർണ്ണക്കടത്ത് കേസുകാരുടെ ഗൂഢാലോചനയാണ് അൻവർ ഈ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൻവറിനെതിരെ തിരിയുകയാണ് ഇപ്പോൾ നമ്മളുടെ ഗവൺമെന്റ്. സത്യം വിളിച്ചു പറയുന്നവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ, ഇടതുപക്ഷത്തിന്റെ നേതാക്കളെല്ലാം സത്യത്തിനെതിരെ പോരാടുന്ന ഒരു അവസ്ഥയാണ്. സത്യത്തിന്റെ കൂടെ നിൽക്കാതെ സത്യത്തിന് എതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറച്ച് ആളുകൾ മാത്രം PV അൻവറിനെ കട്ടക്ക് സപ്പോർട്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. എന്നാൽ പല നേതാക്കളും ഇന്ന് കാണിക്കുന്നത് എന്താണ്? പണത്തിനും പദവിക്കും വേണ്ടിയിട്ട് എല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അൻവറിന് എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കില്ല എന്നല്ല ഇവിടെ ചോദിക്കാനുള്ളത്. അൻവറിന് ഒന്നും സംഭവിക്കരുത്. കാരണം അൻവർ പോരാടുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അയാളുടെ ജാതിയോ മതമോ പാർട്ടിയോ നോക്കാതെ അയാളെ പൂർണ്ണമായിട്ടും നമ്മൾ പൊതുജനം
സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അൻവറിന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. കാരണം അൻവർ പുറത്ത് ജീവനോടെ ഉണ്ടാകേണ്ടതും പുറത്ത് തന്നെ ഉണ്ടായിക്കൊണ്ട് ഈ അനീതിക്കെതിരെ പോരാടേണ്ടതും നമ്മൾ പൊതുജനങ്ങളുടെ ആവശ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അൻവറിന്റെ പത്രസമ്മേളനത്തിൽ അൻവർ എന്തെല്ലാം പുറത്തു കൊണ്ടുവരും, എന്തെല്ലാം പറയും എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട്.